പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച സംഭവം മതനിരപേക്ഷ കേരളത്തിനാകെ അപമാനമാണ്. ഡിസംബർ 20-ന് ക്രിസ്മസ് ആഘോഷത്തിനായി വേഷമണിഞ്ഞ് കരോൾ നടത്തുമ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ എത്തുകയും പ്രധാനാധ്യാപികയെയും അധ്യാപകരെയും കുട്ടികളെയും അസഭ്യം പറയുകയും കരോൾ തടയുകയും ചെയ്തതാണ് സംഭവം. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാലും ഒരു ഭിന്നിപ്പുമില്ലാതെ ഒത്തുകൂടുന്നതും ആഘോഷിക്കുന്നതുമാണ് കേരളത്തെ വേറിട്ടു നിർത്തുന്നത്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ മതസൗഹാർദ്ദാന്തരീക്ഷം കണ്ടുവളരേണ്ട കുട്ടികളുടെ മുൻപിൽ വെച്ചാണ് കേട്ടാലറയ്ക്കുന്ന ഈ വിദ്വേഷ പ്രവർത്തനം. ക്രിസ്മസ് ആഘോഷിക്കാനും കേക്ക് മുറിക്കാനും ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? ആഘോഷം നടത്താൻ സർക്കുലർ ഉണ്ടോ? ചുവന്ന ഡ്രസ്സിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, ഇപ്പോൾ നിർത്തിക്കോണം എന്നിങ്ങനെയുള്ള തീവ്ര വിദ്വേഷ വാക്കുകളാണ് കുഞ്ഞുങ്ങളോടടക്കം സംഘപരിവാർ പ്രവർത്തകർ പറഞ്ഞത്. പുറമെ ശ്രീകൃഷ്ണ ജയന്തി അല്ലാതെ മറ്റൊരാഘോഷവും വേണ്ടെന്ന വർഗീയതയും പുലമ്പി. സംഭവത്തിൽ ഡിസംബർ 22-ന് 3 വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഈ അസഹിഷ്ണുതയ്ക്കെതിരെ കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന മറുപടിയാണ് ഡിസംബർ 23-ന് ഡിവൈഎഫ്ഐ നൽകിയത്. സൗഹൃദ കരോൾ എന്ന പേരിൽ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത്. വർഗീയതയ്ക്ക് മുൻപിൽ ഈ നാട് കീഴ്പ്പെടില്ലെന്ന ശക്തമായ സന്ദേശവും സംഘപരിവാറിനുള്ള താക്കീതുമായി സൗഹൃദ കരോൾ മാറി. സംഭവത്തിൽ അറസ്റ്റിലായ നല്ലേപ്പിള്ളി സ്വദേശികളായ വടക്കുന്തറ കെ അനിൽകുമാർ, മാനാംകുറ്റി കറുത്തേടത്ത് കളം സുശാസനൻ, തെക്കുമുറി വേലായുധൻ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പ്രതികൾ ബി.ജെ.പിയുടെ മുൻ ഭാരവാഹികളാണെന്ന് പറഞ്ഞ് ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ രംഗത്തെത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനായി പ്രവർത്തിച്ചവരാണ് ഈ പ്രതികളെന്നും അദ്ദേഹം ആരോപിച്ചു. മതത്തിന്റെ, ജാതിയുടെ, ഭാഷയുടെ, വസ്ത്രത്തിന്റെ, എന്തിന് ഭക്ഷണത്തിന്റെ പേരിൽ പോലും രാജ്യത്തെ വിദ്വേഷത്തിന്റെ കൊടും വിഷം വമിപ്പിച്ചവരാണ് ബി.ജെ.പി, ആർ.എസ്.എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. ആ ലിസ്റ്റിലെ മറ്റൊരു വിഷയമാണ് പാലക്കാട് നല്ലേപ്പിള്ളിയിലെ സംഭവം. അശാന്തി പുകയുന്ന മണിപ്പൂരിലും രാജ്യത്താകെയും ന്യൂനപക്ഷവേട്ട സജീവമായി നടക്കുമ്പോഴാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി ബി.ജെ.പി നേതാക്കൾ ക്രിസ്ത്യൻ പുരോഹിതരുടെ വീടുകൾ തോറും കയറിയിറങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ക്രിസ്മസ് കാലത്ത് പ്രത്യേക വിരുന്നും സംഘടിപ്പിച്ചു. ഇപ്രാവശ്യം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ മോദി പങ്കെടുക്കുന്നുമുണ്ട്. ഇത്തരം സന്ദർശനം ബി.ജെ.പിയെ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേട്ടത്തിനുള്ള ടൂൾ മാത്രമാണ്. കാരണം മണിപ്പൂർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സംഘപരിവാർ തകർത്ത നിരവധി ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെയും കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെയും അവശിഷ്ടങ്ങൾ തെളിവായി അവശേഷിക്കുന്നുണ്ടല്ലോ.